Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആൻഡ് GST ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SC ചാപ്റ്റേഴ്സ്, ഏത് രീതിയിൽ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണം, ഹൈ മാർക്സിലോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് പാസ് ആകണമെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി, ടാക്ടിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. 6th സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് BCom സ്റ്റുഡൻസിന് ഇൻകം ടാക്സ് ആൻഡ് GST, ദെൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, BBA സ്റ്റുഡൻസിന് മാനേജ്മെന്റ് സയൻസ്, ദെൻ അവരുടെ ഇൻകം ടാക്സ് പേപ്പർ, ഇതൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. സോ പറയുന്ന പോലെ തന്നെ 5 മൊഡ്യൂളിൽ 3 മൊഡ്യൂള് ഓഡിറ്റിങ്ങും 2 മൊഡ്യൂള് കോർപ്പറേറ്റ് ഗവേണൻസും ആണ് വരുന്നത്. ഒരു 3 വർഷം മുമ്പുള്ള പേപ്പറുകളിലൊക്കെ മെജോറിറ്റി ചോദ്യങ്ങൾ ഓഡിറ്റിംഗ് മാത്രമായിരുന്നു. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് വരാറ്. ബട്ട് ലാസ്റ്റ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ പാർട്ട് ബിയിൽ ഒരുപാട് ചോദ്യങ്ങൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്നും വരുന്നുണ്ട്. ദെൻ ഒരു essay, 4 essayയിൽ ഒരു essay കോർപ്പറേറ്റ് ഗവേണൻസ് വരുന്നുണ്ട്. ദെൻ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും അതിൽ നിന്ന് വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് ഇടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറയാറൊക്കെ ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസിലത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളത്. ബട്ട് ഇപ്പം അങ്ങനെയല്ല, അതിന് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കുട്ടികൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ എങ്ങനെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാം, ഇതാണ് ചോദിക്കാറ്. അപ്പോൾ അതിന് പറയാനുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത് ആദ്യത്തെ മൊഡ്യൂള് ഓഡിറ്റിങ്ങിൻ്റെ, അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും. 2 മാർക്സ്, 5 മാർക്സ്, SC ചോദ്യങ്ങളൊക്കെ വരും. ദെൻ അതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. അതിൽ നിന്ന് 2 essay വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും, 2 മാർക്ക് ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ നമ്പർ 3. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. ദെൻ മൊഡ്യൂൾ നമ്പർ 4. ഈ 3 മൊഡ്യൂൾസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ശേഷം മൊഡ്യൂൾ നമ്പർ 5, 2 ഇതൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ പഠിക്കുമ്പോൾ മൊഡ്യൂൾ നമ്പർ 1 പഠിക്കുക, മൊഡ്യൂൾ നമ്പർ 3 പഠിക്കുക, മൊഡ്യൂൾ നമ്പർ 4, 5, 2 ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ബിക്കോസ് ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാം. ഞാൻ ഈ പറഞ്ഞ ഓർഡറിലാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാം. അത് മാത്രമല്ല, ഈ മൊഡ്യൂൾ നമ്പർ 2 ഒക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വായിക്കാനുണ്ട്, വരുന്ന ചോദ്യങ്ങൾ ഉണ്ട്, ബട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് കുറേ പഠിച്ചിട്ട് കുറച്ച് കിട്ടും. നേരെ കുറച്ച് മറ്റുള്ള മൊഡ്യൂൾ അങ്ങനെയല്ല, കുറച്ച് പഠിച്ചാൽ അതിൽ തന്നെ ചോദ്യങ്ങളെ നിർബന്ധമായി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ്, ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂള്. ഓഡിറ്റിങ്ങിനെ പറ്റിയുള്ള ബേസിക്സ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഓഡിറ്റിംഗ് എന്താണ് എന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വെക്കണം. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്.
അതിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്, സബ്സിഡിയറി ഒബ്ജക്റ്റീവ്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കത് ജസ്റ്റ് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നാൽ എഴുതാം ആ ഒരു രീതിയിൽ. ഇനി നെക്സ്റ്റ് നമുക്ക് പല എറേഴ്സ് കാണാൻ സാധിക്കും. ആ എറേഴ്സിൽ ഏതെങ്കിലും ഒരു എററിനെ പറ്റിയിട്ടുള്ള ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് എന്താണ് ഡ്യൂപ്ലിക്കേഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ഇങ്ങനെ 3-4 എറേഴ്സ് കാണാം. അതിലേതെങ്കിലും ഒരെണ്ണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം എറേഴ്സിലെ ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓഡിറ്റിങ്ങിൻ്റെ ബേസിക്സ് ആണത്. അത് റിപ്പീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല SC ചോദ്യമായിട്ട്. ബട്ട് മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. ആൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്, കമൻറ്റ്. ഈ ഒരു essay ചോദ്യം മിക്ക പേപ്പറുകളും കാണാറുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അത് ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ നമുക്കത് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്. 5 മാർക്സിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ അതിനുശേഷം അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ്, അതിനെ പറ്റിയിട്ടുള്ള അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം SAക്ക് റിപ്പീറ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ്, ഓഡിറ്റിംഗ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ. ഇതിൻ്റെ ഡിഫറൻസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് ഒക്കെ ഉണ്ട്. ബട്ട് അതിനേക്കാൾ ഉപരി ബുക്ക് കീപ്പിംഗ് ഓഡിറ്റിംഗ് ഉണ്ട്. ബട്ട് അതിനേക്കാൾ ഉപരി എല്ലാ പേപ്പറുകളിലും കണ്ടുവന്നിട്ടുള്ളത് ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് SAക്കും 5 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് മാറി മാറി വരുന്നൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. SAക്കും ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈസിയാണ്. അതിൽ പ്രൊഫഷണൽ ക്വാളിറ്റീസ്, പേഴ്സണൽ ക്വാളിറ്റീസ്, ഇതൊക്കെ കാണാൻ സാധിക്കും. റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ആണ്. അതിൽ പല ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് പലപ്പോഴും നമുക്ക് SC അങ്ങനെയല്ല കൂടുതൽ ചോദിക്കാറ്. ആ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന പല ഓഡിറ്റും എന്താണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വരാറ്. അങ്ങനത്തെ ഒരു 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ നമുക്ക് 2 മാർക്സിൻ്റെ ആ സെക്ഷനിൽ എന്താണ് വരാറുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് അതിലിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, ഇങ്ങനെ കുറേ ഓഡിറ്റുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ് ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, റിപ്പീറ്റാണ്. ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ എന്താണ് ഗവൺമെൻറ് ഓഡിറ്റ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഓഡിറ്റ്, കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിൻ്റെ. ഫൈനൽ ഓഡിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇൻ്ററിം ഓഡിറ്റ് 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് മറ്റൊരു ഓഡിറ്റാണ്. സോഷ്യൽ ഓഡിറ്റ്. അപ്പോൾ ഇതിൽ പറയുന്ന ഈ ക്ലാസിഫിക്കേഷനിൽ പറയുന്നൊരു 8-9 ഓഡിറ്റ് ഉണ്ട്. അതിലെ ഏതെങ്കിലും 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വരാം നമുക്ക്. ഇൻറ്റേർണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ്, എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് ഓഡിറ്റ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 വരെ മിനിമം പ്രതീക്ഷിക്കാം. ദെൻ ഏതെങ്കിലും ഒരു ഓഡിറ്റ്, അത് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് ഇത്. 2 മാർക്സിൻ്റെയിലാണ്. അപ്പോൾ നിങ്ങൾ മിനിമം എല്ലാ ഓഡിറ്റും എന്താണെന്നുള്ളത് ചോദിച്ചാൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കുക. വാട്ട് ഈസ്
വാട്ട് ഈസ് ഇന്റേണൽ ഓഡിറ്റ്, വാട്ട് ഈസ് എക്സ്റ്റേണൽ ഓഡിറ്റ്, അതിന് വാട്ട് ഈസ് മാനേജ്മെന്റ് ഓഡിറ്റ്, വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഓഡിറ്റ്, അങ്ങനെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് കുറച്ചും കൂടി, എക്സ്റ്റേണൽ ഓഡിറ്റിൻ്റെ ഒക്കെ ഈ പറയുന്ന അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഫീച്ചേഴ്സ് അതും കൂടി നോക്കി വയ്ക്കുക, നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ക്ലാസിഫിക്കേഷൻ. ബട്ട് വരുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ നമ്പർ 1. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു എസ് എ ചോദ്യം. ആ എസ് എ ചോദ്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്പർ 1 ഞാൻ നേരത്തെ പറഞ്ഞ ആ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഓഡിറ്റർ ഒരു വാച്ച് ഡോഗാണ്, നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന് പറഞ്ഞില്ലേ, അതൊരു എസ് എക്ക്. ദെൻ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് എന്താണ് ഓഡിറ്റർ. ദെൻ ഓഡിറ്റ് പ്ലാനിങ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. ഓഡിറ്റ് പ്ലാനിങ്, പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ, ഒരു എസ് ഐ ചോദ്യം. ഈ 2 ചോദ്യങ്ങളാണ് എസ് എക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിൽ 3-4 എണ്ണം വരെ നമുക്ക് പ്രതീക്ഷിക്കാം. എറേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഓഡിറ്റിംഗ് എന്താണ് ആ ഒരു ചോദ്യം. പിന്നെ ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിലേതെങ്കിലും 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 20 മുതൽ 25 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ഒക്കെ നോക്കിക്കോളൂ, വലിച്ചു വാരി പഠിക്കാണ്ട് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുക. അപ്പോഴാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, കുറച്ച് സമയം കൊണ്ട് പഠിച്ച് അവസാനിപ്പിക്കാനും പറ്റുക. അതല്ലാണ്ട് ഒരു അന്തം കൊണ്ടില്ലാണ്ട് കുറേ വായിച്ചു പോയാൽ കാര്യമില്ല. ഓക്കെ, പിന്നെ ഇത് മാറി ഇടുന്ന ടോപ്പിക്സ് ആണ്. ഇനി ഇപ്പോൾ വാച്ച് ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം എസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അവർ എന്ത് ചെയ്തു, പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ ക്വാളിറ്റീസ്, അതൊരു എസ് എക്ക് ഇട്ടു ഇതിൽ നിന്ന്. അപ്പോൾ മാറിയിട്ടാണ് എസ് എ ഇടുന്നത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് ആണ്. അത്യാവശ്യം വലിയൊരു മൊഡ്യൂളാണ്. ബട്ട് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇടും, ബട്ട് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം കമ്പാരിറ്റീവ് കുറേ പഠിക്കാനുണ്ട്, ബട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൊഡ്യൂൾ നമ്പർ 1 കഴിഞ്ഞാൽ മൊഡ്യൂൾ നമ്പർ 3 ജമ്പ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്, ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അത് ആദ്യം ഇത് നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, എസ് എക്ക് ചോദിക്കുന്നതാണ്. പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് അത് മൊഡ്യൂൾ നമ്പർ 3 സെപ്പറേറ്റ് കറക്റ്റ് എസ് ആയിട്ട്. അത് കുറച്ചും കൂടി വലിച്ചു വാരിയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൽ ആദ്യം റൂട്ടീൻ ചെക്കിങ് എന്താണ്, അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. റൂട്ടീൻ ചെക്കിങ് എന്താണ് 2 മാർക്കിലും പ്രതീക്ഷിക്കാം, 5ലും പ്രതീക്ഷിക്കാം, കൂടുതൽ 2 മാർക്സിൻ്റെയിലാണ്. അപ്പോൾ റൂട്ടീൻ ചെക്കിങ് എന്തായാലും പഠിച്ചു വെക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് 2 മാർക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓഡിറ്റ് ഇൻ ഡെപ്ത്. റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം. നെക്സ്റ്റ് വൗച്ചിങ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എസ് എക്ക് പലപ്പോഴും വരുന്നതാണ്, 2 മാർക്കിൻ്റെയിലും വരും. എന്താണ് വൗച്ചിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നോക്കിയിരിക്കണം. അതിനുശേഷം വൗച്ചിങ്ങിൽ എന്താണ്, വൗച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളത് പല അല്ലേ, മൊത്തത്തിൽ പല ഏരിയാസിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വൗച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൗച്ചിങ് ഏതൊക്കെയാണ്, വൗച്ചിങ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ട്രാൻസാക്ഷൻ, വൗച്ചിങ് ഓഫ് റിസീപ്റ്റ് സൈഡ് ഓഫ് ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് ഓർ ക്യാഷ് റിസീപ്റ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ വൗച്ചിങ് നടത്തുന്നതാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണാൻ സാധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടാണ് ഇവർ എസ് എക്ക് ചിലപ്പോൾ ഇടാറ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പോൾ കുറേ പഠിച്ചിട്ടാണ് ഒരു ടോപ്പിക്ക് കിട്ടുക, അത് ഭയങ്കര ശ്രമകരമായുള്ള പരിപാടിയാണ്. അതിൽ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ വൗച്ചിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അത് നോക്കാം, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ വൗച്ചിങ്. ഓക്കെ, ഒരുപാട് കാണാൻ സാധിക്കും വൗച്ചിങ്ങിൻ്റെ മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഏറ്റവും അവസാനം അത് പിടിച്ചാൽ മതി. അത് നോക്കുമ്പോൾ ഈ പറഞ്ഞ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ വൗച്ചിങ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്താണ് എസ് എക്ക് അവർ ഇട്ടിട്ടുള്ളത്. പിന്നെ പ്രാവശ്യം പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഇട്ടിട്ടുണ്ട്, വൗച്ചിങ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്, അതും വേണമെങ്കിൽ നോക്കാം. 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ എന്താ പറയുക പെറ്റി ക്യാഷിൻ്റെയും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്. അത് ഒരുപാടുണ്ട്, വൗച്ചിങ് എന്താണെന്നുള്ള 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. പിന്നെ കേട്ടോ നെക്സ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരിഫിക്കേഷൻ എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും, അതൊരു ചോദ്യം റിപ്പീറ്റ്. പിന്നെ മറ്റൊരു ചോദ്യമാണ് ഈ പറഞ്ഞ വൗച്ചിങ്ങും വെരിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ വെരിഫിക്കേഷൻ എന്താണ് എന്നുള്ള ചോദ്യവും വരാറുണ്ട് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. നെക്സ്റ്റ് വൗച്ചിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെങ്തി ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാല്യുവേഷനാണ്. വാല്യുവേഷൻ എന്താണ് 2 മാർക്കിൻ്റെ പഠിക്കുക. പിന്നെ വാല്യുവേഷൻ ഓഫ് അസെറ്റ് ആണ്. അതിൽ ഒരുപാട് വാല്യുവേഷൻസ്, പല ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷൻ ഓഫ് അസെറ്റ്, ലൈബിലിറ്റീസ്, അസെറ്റ്, ഇങ്ങനെ കാണാൻ സാധിക്കും. വാല്യുവേഷൻ ഓഫ് അസെറ്റ്, വാല്യുവേഷൻ ഓഫ് ലൈബിലിറ്റി. അപ്പോൾ നമുക്ക് ഈ വൗച്ചിങ് അല്ലാണ്ട് പിന്നെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വാല്യുവേഷനാണ്. വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി എസ്സേക്ക് ഇടാം. ബട്ട് അതിൻ്റെ പ്രത്യേകത എന്താ, ഒരുപാട് വായിക്കാറുണ്ട്. ബട്ട് ഏതെങ്കിലും ഒരെണ്ണമാണ്. വൗച്ചിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വൗച്ചിങ് കുറേ കാര്യങ്ങളിലില്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഇടുക. അതുപോലെ തന്നെ വാല്യുവേഷൻ അസെറ്റ്സിൻ്റെ മൊത്തം ഉണ്ട്, ലൈബിലിറ്റീസിൻ്റെ മൊത്തം ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം എന്താണ് വായിച്ച് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ടൈം കളയുന്ന ഒരു പരിപാടിയാണ്. വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ല് ഒരു പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് അവസാനത്തേക്ക് വെച്ചാൽ മതി. ഇതിൽ പിന്നെ 2 മാർക്കിൻ്റെ ഫിഫോ മെത്തേഡ് എന്താണെന്നുള്ളത് ഒരു പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ വാല്യുവേഷൻ്റെ ഇടയിൽ വരുന്നതാണ് ഫിഫോ കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2ൻ്റെ പ്രത്യേകത എന്താ, പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് ആണ്. അതിൽ റൂട്ടീൻ ചെക്കിങ് എന്താണെന്ന് നോക്കാം, പിന്നെ ഓഡിറ്റ് ഇൻ ഡെപ്ത് നോക്കാം, പിന്നെ വരുന്നത് വൗച്ചിങ് ആണ്. വൗച്ചിങ് 2 മാർക്കിൻ്റെയിലേക്ക് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. പിന്നെ വൗച്ചിങ് ഒരുപാട് ഏരിയാസിൽ വൗച്ചിങ് ചെയ്യുന്നതാണ് നമുക്ക് ടോപ്പിക്ക് കാണാൻ സാധിക്കുക. അതിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്, പെറ്റി കേസ് അത് മിനിമം പഠിക്കുക. ബാക്കിയുള്ളത് ടൈം ഉണ്ടെങ്കിൽ നോക്കാം നിങ്ങൾക്ക്. പിന്നെ ഈ വെരിഫിക്കേഷനും വൗച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ വെരിഫിക്കേഷൻ എന്താണ്, വാല്യുവേഷൻ ഒരുപാടുണ്ട്. അത് വാല്യുവേഷൻ ഓഫ് ഗുഡ്വില് നോക്കാൻ ടൈം ഉണ്ടെങ്കിൽ ബാക്കി അസെറ്റ്സ് വാല്യുവേറ്റ് ചെയ്യാം, വാല്യുവേഷൻ എന്താണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അത് ഒരുപാട് നോക്കിയാലാണ് ഒരെണ്ണം കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചാപ്റ്റർ നമ്പർ 2 പഠിക്കുക. അതിൽ മിനിമം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൊഡ്യൂൾ നമ്പർ 2നെ അപ്രോച്ച് ചെയ്യേണ്ടത്. വലിച്ചു വാരി പഠിക്കേണ്ട ഓരോന്ന് എന്താണെന്നുള്ളത് മിനിമം പഠിക്കുക. അതിനുശേഷം വൗച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസിലോട്ടോ വാല്യുവേഷൻ്റെ ഡീറ്റെയിൽസിലോട്ടോ പോവാം. ബാക്കി മിനിമം എന്താ, വൗച്ചിങ് വെരിഫിക്കേഷൻ, വൗച്ചിങ്ങും വെരിഫിക്കേഷൻ നമ്മുടെ ഡിഫറൻസ്, ഓഡിറ്റ് ഇൻ ഡെപ്ത്, റൂട്ടീൻ ചെക്കിങ്, ഇതൊക്കെ എന്താണെന്നുള്ളത് മിനിമം നോക്കി വയ്ക്കുക കേട്ടോ. 2 മാർക്സ് അതുപോലെ തന്നെ 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. That's about module number 2. Moving to module number 3. The most important module ആണ് module number 3. 2 essay വരെ, 1-2 essay വരെ നമുക്ക് ഇടാനുള്ള സ്കോപ്പ് ഇതിൽ നിന്നുണ്ട്. ഇന്റേണൽ കൺട്രോൾ. അപ്പോൾ എന്താണ് ഇന്റേണൽ കൺട്രോൾ? 2 മാർക്സിനെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് നോക്കി വെക്കുക. ദെൻ എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ഇന്റേണൽ കൺട്രോൾ, അത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൻ്റെയിലേക്കോ 5 മാർക്കിൻ്റെയിലേക്കോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ എസെൻഷ്യൽസും നോക്കി വെക്കണം. ദെൻ ഇന്റേണൽ ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഡിഫറൻസ് ചോദിക്കലാണ്. ഇന്റേണൽ ചെക്കും ഇന്റേണൽ കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ്, ഇന്റേണൽ ചെക്ക് നോക്കണം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ്, ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ നേരത്തെ 2 ടോപ്പിക്കുകളിലല്ല പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഈ ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ്, വൗച്ചിങ്ങും വെരിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. മറ്റ് ഡിഫറൻസിൽ ഒരെണ്ണം വരുന്നതാണ് ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ്, ഇതിൻ്റെ ഡിഫറൻസ്. ഈ 3 ഡിഫറൻസിൽ ഏതെങ്കിലും 1-2 മിനിമം ഒരെണ്ണം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. 3 ഡിഫറൻസ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട്. അതിലേതെങ്കിലും മിനിമം 1-2 വരെ നമുക്ക് പ്രതീക്ഷിക്കാം എസ് 5 മാർക്കിൻ്റെ ടോപ്പിക്ക്. ഓക്കെ, അതാണ് മറ്റൊരു ടോപ്പിക്ക്. ദെൻ നെക്സ്റ്റ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. എസ് എക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള ചാപ്റ്ററിൽ കണ്ട കാര്യം തന്നെയാണ്. അത് കറക്റ്റ് ഒരു എസ് എ മോഡലിൽ കാണാം. റൂട്ടീൻ ചെക്കിംഗ്, ടെസ്റ്റ് ചെക്കിംഗ്, സർപ്രൈസ് ചെക്കിംഗ്, ഓഡിറ്റ് ഇൻ ഡെപ്ത്, അഡോപ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ടിക്ക് മാർക്ക്, ചെക്ക് മാർക്ക്, എക്സെട്ര. അപ്പോൾ ഇത് എസ് എക്ക് ചോദിച്ചിട്ടുള്ളതാണ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ അതിൽ ഈ പറഞ്ഞ റൂട്ടീൻ ചെക്കിങ് എന്താണെന്ന് 2 മാർക്കിൻ്റെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് എസ് എക്ക് ഇതിൽ നിന്നുള്ള ആദ്യത്തെ സജഷൻ. ദെൻ നെക്സ്റ്റ് എസ് എക്ക് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം, അതാണ് ചോദിച്ചത്. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യമാണ് പ്രൊസീജിയർ ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 5 മാർക്കിൻ്റെയിലേക്കും എസ് എക്കും മാറി മാറി പ്രതീക്ഷിക്കാം. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ചിലപ്പോൾ
5 മാർക്കിൻ്റെയിലേക്ക് ഇടാം, അതല്ലെങ്കിൽ അത് എസ്സേക്കും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 എസ്സേ ടോപ്പിക്കിൽ ഒരെണ്ണം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ, ദെൻ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. ദെൻ മൊഡ്യൂൾ നമ്പർ 1 നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്സേ ചോദ്യം വാച്ച് ഡോഗിൻ്റെയും പിന്നെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ. എന്താണ് ഓഡിറ്റ് പ്ലാനിങ്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. മൊഡ്യൂൾ നമ്പർ 2 നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓഡിറ്റിങ്ങിൻ്റെ ഒരു എസ്സേ എന്ന് പറയുന്നത് വൗച്ചിങ്ങോ വാല്യുവേഷനോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് ഓഡിറ്റിങ്ങിൽ 4 എസ്സേയിൽ 3 എസ്സേ ഇടുന്ന ടോപ്പിക്കുകൾ. ആദ്യത്തെ മൊഡ്യൂളിൽ 2 എസ്സേ സജഷൻ പറഞ്ഞു, ഇവിടെ 2 എണ്ണം പറഞ്ഞു. ദെൻ മൊഡ്യൂൾ നമ്പർ 2 നിന്ന് ഞാൻ പറഞ്ഞു മാറി മാറി വരുന്ന ഏതാണെന്നുള്ളത്. ഈ 3 മൊഡ്യൂളിൽ നിന്നും നമുക്ക് കൂടിയിട്ട് 3 എസ്സേ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഓഡിറ്റിങ്ങിൻ്റെ മൊത്തം കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് ഏതൊക്കെയാണ്, 5 മാർക്സിൻ്റെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 1 പഠിച്ചു കഴിഞ്ഞാൽ നേരെ 3 ജമ്പ് ചെയ്യുക. ദെൻ 4, 5, 2 അങ്ങനെ പഠിക്കുക കേട്ടോ. സോ 3 മൊഡ്യൂളിൻ്റെയാണ് കഴിഞ്ഞ ഓഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. 2 മൊഡ്യൂൾസാണ് അവിടെ വരുന്നത്. അതിൽ മൊഡ്യൂൾ നമ്പർ 4 നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, 5 നിന്നും വരുന്നുണ്ട്. സോ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് നിർബന്ധമായും പഠിക്കണം. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു വയ്ക്കണം. ദെൻ ഇമ്പോർട്ടൻസ് 5 മാർക്കിനുള്ളിൽ പ്രതീക്ഷിക്കാം. ദെൻ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഈ പറയുന്ന തിയറീസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം, വന്നിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന തിയറീസിലെ ഏതെങ്കിലും ഒരു തിയറി എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും കണ്ടുവരാറുണ്ട്. ഏജൻസി തിയറി, സ്റ്റുവേർഡ്ഷിപ്പ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി, ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഏതെങ്കിലും ഒരു തിയറി പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കഴിഞ്ഞ പ്രാവശ്യം എസ്ഐക്ക് ചോദിച്ചാണ്. മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എസ്ഐക്ക് ഇടാം. മോഡലിൽ വരുന്ന ഏതെങ്കിലും ഒരു മോഡൽ വേണമെങ്കിൽ നമുക്ക് 2 മാർക്കിൻ്റെയിലേക്കോ 5 മാർക്കിൻ്റെയിലേക്കോ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യം എസ്ഐക്ക് ചോദിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് ഇതിൽ നിന്ന് എസ്ഐ വന്നേ. ഓക്കെ, അപ്പോൾ തിയറീസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്. ദെൻ ബോർഡ് കമ്മിറ്റി എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. പല കമ്മിറ്റീസ് ഉണ്ട്, അതിൽ ബോർഡ് കമ്മിറ്റി എന്താണെന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ദെൻ 2 മാർക്സിൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റ് ടോപ്പിക്കാണ് ഇൻസൈഡർ ട്രേഡിംഗ്. എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഇൻസൈഡർ ട്രേഡിംഗ്. അതുപോലെ തന്നെ വിസിൽ ബ്ലോയിങ് എന്താണ്, അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്, വിസിൽ ബ്ലോയിങ് എന്താണ്, ഇത് റിപ്പീറ്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ ഈ 2 ചോദ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും, ഇൻസൈഡർ ട്രേഡിങ്ങും വിസിൽ ബ്ലോയിങ്ങും കേട്ടോ. ദെൻ നെക്സ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ്, CGR എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ റിപ്പീറ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറച്ച് പേപ്പറുകളിലായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട്. നെക്സ്റ്റ് ഗ്രീൻ ഗവേണൻസ് 2 മാർക്സിലും പ്രതീക്ഷിക്കാം, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. ഗ്രീൻ ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് 2 മാർക്സിലും 5 മാർക്സിലും. നെക്സ്റ്റ് ലിസ്റ്റിംഗ് ഓഫ് എഗ്രിമെൻ്റ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് എന്താണ്, ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റും റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിംഗ്, ഇൻസൈഡർ ട്രേഡിംഗ്, വിസിൽ ബ്ലോയിങ് ഇതൊക്കെ 2 മാർക്സിൻ്റെ മാറി മാറി വരുന്നതാണ്. ഗ്രീൻ ഗവേണൻസ് ഒക്കെ കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ദെൻ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ടോപ്പിക്കാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ്, അതിൻ്റെ റീസൺ. ദെൻ അതിൻ്റെ റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ്, അതിൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിൻ്റെയിലും അതുപോലെ തന്നെ 5 മാർക്സിൻ്റെയിലും എസ്സേക്കും ഒക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു എസ്സേ 10 മാർക്ക്, 2 മാർക്കിൻ്റെ ഒരു 3-4 എണ്ണം വരെ അതിൽ നിന്ന് വരുന്നുണ്ട്. 5 മാർക്കിൻ്റെയിലും ഒരെണ്ണം നമുക്ക് മിനിമം പ്രതീക്ഷിക്കാം. അപ്പോൾ 10ഉം 15ഉം 8ഉം 23 മാർക്കിൻ്റെ ഒക്കെ മിനിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4. ഓക്കെ, മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5 മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ. ഇപ്പോൾ ഒരു എസ്സേ മൊഡ്യൂൾ നമ്പർ 4 നിന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് ഇട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് മൊഡ്യൂൾ നമ്പർ 5 പോകാം. കൂടുതൽ 4 നിന്നാണ് ഇടാറ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്താണെന്നുള്ളത് നമുക്ക് എപ്പോഴും 5 മാർക്കിൻ്റെ ഒരു ചോദ്യം വരുന്നുണ്ട്.
ഏതെങ്കിലും ഒരു മേജർ ഫെയിലിയർ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യം അതാണ് വരാറ്. മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയറിൽ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫെയിലിയർ ഒരെണ്ണമുണ്ട്. കിങ്ഫിഷർ എയർലൈൻസ് ഒരു പ്രാവശ്യം ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ അതാണെന്നുണ്ട്. കിങ്ഫിഷർ എയർലൈൻസ്, സത്യം കമ്പ്യൂട്ടേഴ്സ്, പിന്നെ ഏതൊക്കെ ടാറ്റ ഫിനാൻസ് ഉണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഫെയിലിയേഴ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഫെയിലിയർ നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മേജർ കോർപ്പറേറ്റ് ഇപ്പോൾ ഫെയിലിയേഴ്സിൽ ഈ സത്യം കമ്പ്യൂട്ടേഴ്സാണ് സത്യം കമ്പ്യൂട്ടേഴ്സ് അല്ല, കിങ്ഫിഷർ എയർലൈൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ അതിനോട് 9 പ്രാവശ്യം ചോദിച്ചിരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫെയിലിയർ 5 മാർക്കിൻ്റെ കിങ്ഫിഷർ എയർലൈൻസ് കൂടുതൽ കണ്ടുവരാറുണ്ട്. പിന്നെ 5 മാർക്കിൻ്റെ കോമൺ ഗവേണൻസ് പ്രോബ്ലംസ് നോട്ടീസ് ഇൻ വാരിയസ് കോർപ്പറേറ്റ് ഫെയിലിയർ 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഈ ഫെയിലിയർ വരാൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഒരു 9 പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു 5 മാർക്കിൻ്റെ ചോദ്യം. മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ് ഫെയിലിയർ വരാനുള്ള കാരണം അതും നോക്കി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കുറേ കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അതിൻ്റെ താഴെ നമുക്ക് പല റിപ്പോർട്ടുകൾ കാണാം. അതിലേതെങ്കിലും ഒരു റിപ്പോർട്ട് 5 മാർക്സിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. കാഡ്ബറി റിപ്പോർട്ടുണ്ട്, ഗ്രീൻബറി ഉണ്ട്. അതിൽ കാഡ്ബറി റിപ്പോർട്ട് നമുക്ക് എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം, നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് മറ്റൊരു ടോപ്പിക്ക്. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ പല ആൾക്കാരുടെ റെക്കമെൻഡേഷൻസ് ആണ്. കുമാർ മംഗളം ബിർള കമ്മിറ്റി, പിന്നെ നരേഷ് ചന്ദ്ര കമ്മിറ്റി ഉണ്ട്, നാരായണമൂർത്തി കമ്മിറ്റി ഉണ്ട്, ഇറാനി കമ്മിറ്റി ഉണ്ട്, ഉദ്യോഗ് കൊടക് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയും വേണമെങ്കിൽ 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. എന്നാലും ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഞാനൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഫെയിലിയേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, അതാണ് ആദ്യത്തെ. പിന്നെ ഈ ഫെയിലിയറിൻ്റെ കാരണങ്ങൾ, പിന്നെ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരാളുടെ റിപ്പോർട്ട്. കാഡ്ബറി റിപ്പോർട്ടൊക്കെ ആദ്യത്തെ ബിഗിനിങ്ങിലുള്ള റിപ്പോർട്ടുകളാണ്. പിന്നെ ഇന്ത്യക്കാരുടെ കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് അവസാനം. കുമാർ മംഗളം, ബിർള, കൊട്ടാക്കൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ആ രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ നമ്പർ 5. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 5 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ഫെയിലിയേഴ്സ്, പിന്നെ ഫെയിലിയറിൽ ഏതെങ്കിലും ഒരാളുടെ ഫെയിലിയർ 5 മാർക്കിൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കമ്മിറ്റീസിലെ റെക്കമെൻഡേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് കോർപ്പറേറ്റ് ഗവേണൻസിലെ ലാസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൊഡ്യൂൾ നമ്പർ 1 കൂടുതൽ പഠിക്കുക, 3 പഠിക്കുക, ഏറ്റവും കൂടുതൽ മാർക്ക് 4. 1, 3, 4 ആണ് ചങ്ക് മൊഡ്യൂൾസ്. അതിനുശേഷം 5ഉം 2ഉം അപ്രോച്ച് ചെയ്യുക. ഈ പറയുന്ന ഓഡിറ്റിങ്ങിൽ നിന്ന് 3 മൊഡ്യൂളിൽ നിന്നും കൂടിയിട്ട് 3 essay, അത് മിക്കതും ചിലപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്നും 3ാമത്തെ മൊഡ്യൂളിൽ നിന്നും കൂടിയിട്ട് 3 essay ഇടാൻ സാധ്യത കൂടുതലാണ്. ഓഡിറ്റിംഗ് 3 essay, കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് 1 essay. അത് മൊഡ്യൂൾ നമ്പർ 4 നിന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ മാത്രമാണ് 5ൽ നിന്ന് ഇടാറുള്ളൂ, കൂടുതൽ 4ൽ നിന്നാണ്. പിന്നെ 4ൽ നിന്ന് 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഒരുപാട് വരാം. അതുപോലെ തന്നെ 5ൻ്റെയും 5 മാർക്സിൻ്റെ ചോദ്യം ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് എപ്പോഴും ഒരെണ്ണം ഇടാറുണ്ട്. ഈ പറയുന്ന ഫെയിലിയറോ റിപ്പോർട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ഇടാറുണ്ട് കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മൊത്തം കാര്യങ്ങൾ. ഇനി നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള റിപ്പീറ്റ് ചോദ്യങ്ങളുടെ വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.